कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवम् കേട്ടത് എന്നാ നമുക്ക് പോയാലോ? ശരി, എന്നാ നമുക്ക് പോയേക്കാം. അല്ല, രണ്ടാളും കൂടി ഇത് എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാന്നാണ് അമ്മേ. ദേവൻ കുഞ്ഞിന് സുഖമല്ലേ മോളെ? നാണിയമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. പറയാം നാണിയമ്മ. എന്നാ ഞങ്ങൾ പോട്ടെ. മുത്തപ്പങ്കാവിനെ വിളക്ക് തെളിയിക്കുന്നത് ഹരിതയെ അച്ഛനെ കൊണ്ടോ ചെയ്യിക്കുക. അതിലൊരു തിരുത്തുണ്ടല്ലോ മിസ്റ്റർ രാജശേഖരൻ. അവിദ്യാനാമന്തസ്തിമിരാമിഹിരദ്വീപനഗിരേ ജനനം ചൈതന്യസ്തവകം കരന്തസ്തുതിചരേ ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലദോ നിമഗ്നാനാം തംസാമുരരിപുപരാഹസ്യ ഭവതി. ദേവി, ഫാമിലി ഫുൾ ചർച്ചയിലാണല്ലോ. എന്നെ കുറിച്ചാണോ? അതിന് നീ ആരാ? അതെന്താ ചോദ്യം? ഗ്രന്ഥ സ്വന്തം കൊച്ചുമകളെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ മകളുടെ മകൾ, ദേവിയുടെ മകൾ. മനസ്സിലായോ? ഞാനെന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. അതുവരെ എന്റെ കൂടെ താമസിക്കാൻ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അവർക്ക് കൂടെ റൂമൊന്ന് അറേഞ്ച് ചെയ്യണം. ഓ, നിന്നെ കെട്ടിയെടുത്തത് പോരാഞ്ഞിട്ടാണ് ഈ അടുത്ത രണ്ടെണ്ണത്തിനെയും കൂടി ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്. When you're in the club, you're gonna turn the shit up. You're gonna turn the shit up. You're gonna turn the shit up. When we up in the club, all eyes. അറിയാത്തൊരു ജീവിതമാണ്, അതിലവളൊരു താരകമാണ്. ഇരുളായൊരു പാതയതായാലും വെട്ടം നീ തന്നില്ല ചെല്ലക്കിളി. ഇനി നീ എന്റെ കാതലുമാണ്. പിന്നെ എന്റെ ഈ ലഗേജ് ഒന്ന് റൂമിൽ എത്തിച്ചിരിക്കുന്നു. ഇതിൽ അല്പം വെച്ചാൽ മതി. ഓ, പിന്നെ ഈ സുഖമില്ലാതിരിക്കുന്ന അച്ഛനല്ലേ നിന്റെ ലഗേജ് എല്ലാം കൊണ്ടൊന്ന് റൂമിൽ വെക്കാൻ പോലെ. ഇതെല്ലാം എടുത്ത് പുറത്തിറങ്ങി നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി ഇറക്കേണ്ടത്. അച്ഛൻ എന്തായാലും ഇത് കൊണ്ടുവയ്ക്കാൻ പോകുന്നില്ല. നീ സ്വപ്നം കാണുകയും വേണ്ട. ഇനി ഇതിനെ ചൊല്ലിയൊരു വഴക്ക് വേണം, ഞാൻ കൊണ്ടുവച്ചോളാം. na 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 na
ചെല്ല്, ആ കുട്ടികൾക്ക് റൂം കാണിച്ചു കൊടുക്ക്. ഇനി ഇവിടെ കിടന്നൊരു വഴക്കൊന്നും വേണ്ട. ചെല്ല്. എനിക്ക് എന്റെ മമ്മിയുടെ റൂമിൽ തന്നെ മതി. അതിന് നിനക്ക് ഇവിടെ നിന്റെ മമ്മിയുടെ റൂമൊന്നുമില്ല. പുറകുവശത്തൊരു ചായക്കുണ്ട്, അവിടെ പോയി കിടക്കണേ. അതാ ബെഡ്റൂം. അവിടെ നീ നിന്റെ തന്ത ഇവിടെ പോയി കിടക്കും. അതിനേക്കാൾ ബെറ്റർ. സിദ്ധുനോട് പറയും, ഏട്ടത്തി പറയും. എനിക്ക് വയ്യ, അവൻ ദേഷ്യപ്പെട്ട് വിട്ടത്തി. നീ പറയും, ഞാനൊന്നും പറയില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ അവിടെ നിന്ന് രഹസ്യം പറയുന്നത്? എന്തായാലും ഉറക്കെ പറയും, ഞങ്ങളോട് കേൾക്കട്ടെ. മോനെ സിദ്ധു, നായമ്മയുടെ കൊല്ലല്ല, ചക്കരല്ല. നായമ്മ പറയണ ഒന്നും കേൾക്കണ. അമ്മ, ഞാൻ മാറില്ല. ആ കൊച്ചു കുറച്ച് ദിവസത്തേക്കില്ലേ ആ റൂം ഒന്ന് മാറി കൊടുക്കടാ. മായമോ, സിത്തുമോനെ വല്ലാതെ പതപ്പിക്കുന്നുണ്ടല്ലോ. ട്രൈ ചെയ്തോ, ആ സോപ്പും വെള്ളത്തില് വീഴാന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 3 പേര് ആ മുറിയിലല്ല കിടക്കും. പിന്നെന്താ, അത് ഒഴിഞ്ഞു കിടക്കില്ലേ? അപ്പൊ ആ കൊച്ചു കിടക്കട്ടെ. ഞാൻ ഇന്ന് മുതൽ ആ റൂമിലാണ് കിടക്കാൻ പോകുന്നത്. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരും. മര്യാദയ്ക്ക് നീ കാശിയുടെ റൂമിൽ അജുന്റെ റൂമിലെ കിടന്നു. ഒരു വകതരിവില്ലാത്ത പിള്ളേര് ആ കൊച്ചിടന്ന് പോകുന്നവരെ ആ റൂമിന്റെ പരിസരത്ത് നിന്ന് കൊണ്ടുപോയി. പിന്നെ ഇവമാരെ കൂടെ നീ കിടന്നു തുണികളും പറഞ്ഞു കേട്ടില്ല. മോശം പിടിക്കാൻ ഇതിനെതിരൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് ഞാൻ മാറി കൊടുക്കും. മാറങ്ങോട്ട്. അല്ല, ഏട്ടന്മാരെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതിനിവിടെ കയറ്റി താമസിപ്പിക്കാനാണോ തീരുമാനം? ഉത്സവം കഴിഞ്ഞുടനെ അതിനെവിടെ നിന്ന് പുറത്താക്കും. വിശ്വ, നീ ഒന്ന് അടങ്ങ്. അവളുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ. ഏട്ടാ, അതിന് നമ്മുടെ പെങ്ങള് ചെയ്ത് തെറ്റിന് ആ കൊച്ചെന്ത് കഴിച്ചു? അതിനോട് എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത്? നമ്മുടെ പെങ്ങളോ? ഏട്ടന് പറയാൻ ഒട്ടും നാണമില്ല. കൂടെയുള്ള ഒന്നിന്റെ ജീവനെടുത്ത് ആ നാശം പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് നമ്മുടെ പെങ്ങളാണത്ര. അത് ഏട്ടന് മാത്രമായിരിക്കും. ഇവിടെ വേറെ ആർക്കും അങ്ങനെയില്ല. ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ആ കൊച്ചു ഉത്സവം കഴിഞ്ഞിട്ട് പോകാനെന്ന് വന്നതെങ്കിൽ പോട്ടെ. ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചു കാലം ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അവന് നിൽക്കട്ടെ. നമ്മുടെ പെങ്ങളോടുള്ള ദേഷ്യം ആ കൊച്ചിന്റെ അടുത്ത് കാണിക്കണ്ട. മറക്കാൻ ശ്രമിക്കുന്ന മുഖം വീണ്ടും വീണ്ടും ഓർക്കാനായിട്ട് അവളുടെ മോക്കും അതേപടി തന്നെ കിട്ടിയിട്ടുണ്ട്. നാശം പിടിക്കാൻ അവള് പറഞ്ഞു വിട്ടതായിരിക്കും. പഴയത കാരൊക്കെ പറഞ്ഞാലും ഞാനൊന്നും മറക്കില്ല. എനിക്കതിനെ കാണുമ്പോ തന്നെ ദേഷ്യം വരുന്നു. അല്ലട സിദ്ധു, നീ ദേഷ്യപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. എടാ പോട്ടെ, അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാം. എന്തായാലും അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ലടാ കാശി, അജു അവിടെ? അവനെ കണ്ടില്ലല്ലോ. നീയോ ഒന്നും കൂടെ അല്ലേ ഒരുമിച്ച് വന്നത്? എന്നിട്ട് അവവിടെ പോയി? അവൻ അവന്മാരെ സെർച്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരാന്നാ പറഞ്ഞത്. പോയിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവളിത് ഇങ്ങോട്ട് വരുന്നതാണല്ലോ കണ്ടത്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് പട പിടിക്കുക. ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ മാഡം. അല്ല, നിങ്ങൾ 3 പേരും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണുമല്ലോ. അപ്പൊ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. മറിച്ചു. തന്റെ പേരെന്താ? സാറിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? അങ്ങനെയല്ല, ആര് പറഞ്ഞാലും മതി. ഓടാ, ഓടാന്ന്. നിങ്ങളെന്നെ പറഞ്ഞത് പോയി.
ഒന്ന് പരിചയപ്പെടാൻ സമ്മതിക്കില്ല. പറയിച്ച് പാചകപ്പെടുത്തരും. എടാ കാശി സെത്തും അവളെന്നെ ഓട്ടിച്ചിട്ടടാ. അവൾക്കെന്തൊരു മുടയാടാ. അത് പൊന്നുമോന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി അവളുമാര് നല്ല വ്യക്തി ഊക്കി വിട്ടെന്ന്. വാ ഇങ്ങോന്നിരിക്കും. എടാ സത്തു, ആ പണ്ടാരത്തിന് ഇന്ന് ഇവിടെ നിന്ന് കെട്ടുകടിക്കണം. അവള് വന്നപ്പോഴേ കുറെ ഷോ കാണിച്ചത്. ഇനി അവൾ ഇവിടെ കിടന്ന് ഷോ കാണിക്കണം. അവള് അത്ര പെട്ടെന്ന് പറഞ്ഞു വിട്ടാ അതെങ്ങനെ ശരിയാവൂടാ. അവളിവിടെ കിടന്ന് ആഞ്ഞിപ്പിടിച്ചിട്ട് ഞാൻ അനുഭവിച്ചതിന്റെ ഇരട്ടിക്ക് അവളെ വേദനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് അവളുടെ തൊന്തേ തള്ളി പോകുന്നു. വാ നമുക്ക് അവന്മാരെ പോയി പരിചയപ്പെട്ടിട്ടുണ്ട്. അല്ല, കുട്ടിക്ക് ഞങ്ങളാരാണെന്ന് മനസ്സിലായോ? അറിയാം, മമ്മി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. കുട്ടിയുടെ പേര് പറഞ്ഞില്ലല്ലോ. അവരുടെ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്താ മോളുടെ പേര്? ഫേറ. അല്ല, ഫേറ എന്ന് മാത്രമേ പേര് വെച്ചിട്ടുള്ളൂ. അച്ഛന്റെ പേരും കൂടെ ചേർത്തിട്ടില്ല. അതെ, എനിക്കൊന്ന് ഫ്രഷ് ആവാം. നിങ്ങളൊന്ന് പോയി തരാമോ? ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു നോക്കി. എന്നാ കുട്ടി കുളിച്ചിട്ട് വാ. അതെ, താഴെ കുളക്കടമുണ്ട്, അവിടെ പോയി കുളിച്ചാൽ മതി. അവിടത്തെ പോലുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. വാ. അതിന് നമ്മളെ പേര് മാത്രമല്ലേ ചോദിച്ചോളൂ, വേറൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നുമായി, നീ അതി തൂങ്ങി പിടിച്ച് നടക്കാതെ. ആ കുട്ടിക്ക് നമ്മളൊന്നും പരിചയമില്ലല്ലോ. എന്നാലും ഏട്ടത്തി ഒരെന്നാലും ഇല്ല. നീ വന്നേ, അടുക്കളയിൽ ഒരുപാട് പണി നടക്കുന്നുണ്ട്. എന്നാലും എന്റെ അമ്മായി, ആ കൊച്ചിനെ കാണാൻ ശരിക്കും ദേവിയെ പോലെ തന്നെ ഉണ്ടല്ലേ. അച്ചടിച്ച് വെച്ചിരിക്കല്ലേ. അതേ ഏട്ടത്തി ഞാനും ഞെട്ടിപ്പോയി. പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരാളെ പോലെ 7 പേര് കാണും. പക്ഷെ ഇത് എത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും അമ്മയുടെ ആ പരാതി മാറി കിട്ടിയല്ലോ. മോളെ കാണണമെന്നായിരുന്നല്ലോ. ഇപ്പൊ കൊച്ചുമോളെ കണ്ടില്ലേ. ഇനി അവന്മാര് മൂന്നും കൂടി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. ഇന്നോട് പ്രശ്നമാണ്. ആരാ വന്നത്? പുറത്തൊരു കാർ കിടക്കുന്നുണ്ടല്ലോ. ഇനി സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാം ഉണ്ടോ? അതിഥികളൊക്കെ ഉണ്ട്. അച്ഛൻ ഇവരെ വന്നില്ലല്ലേ. ഞാനും അച്ഛനും കൂടെ പോയാൽ മതിയായിരുന്നു. നിന്നോട് കൂടി പോവാൻ പറഞ്ഞത്. നീ പോവാത്തിന് എന്ത് ചെയ്യാന്? അവളെ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. കണ്ണന്റെ കൂടെ വരും. കണ്ണേട്ടന് വരുന്നുണ്ട്. ഉത്സവം വരും. പൊളിക്കണം. കണ്ണേട്ട മറ്റേ കുറെ സാധനങ്ങൾ വാങ്ങിത്തരാൻ പറയുന്ന ഉത്സവത്തിന് പോകുമ്പോ. മോളും നീ പോയി അവരെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടോ? അവന്മാരെയും വിളിച്ച് ആ കുട്ടികളെ വിളിച്ചു. ശരി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഓക്കേ. ഞാൻ നിന്നെ കണ്ടപ്പോ മുതൽ ശ്രദ്ധിച്ചു. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നിയത്. രണ്ടുപേരും ഇരുന്ന് കാര്യം പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് സാർ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ ജോലിയായിട്ട് ഇരിക്കുന്നില്ല. ഇങ്ങനെ ഇരുന്ന ഒരു രസമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടും. ഓക്കെ, ഞങ്ങളില്ലടാ നിനക്ക്. ഇങ്ങനെയാണ് ഒരു റൂമിലേക്ക് കയറി വരുന്നത്. അഡ്ജസ്റ്റ് ഡോർ ലോക്കിംഗ് ചെയ്യണ്ടേ? എന്ത് ഞങ്ങൾ കയറി വന്ന നിന്റെ തമ്പുരാട്ടി നേട്ടത്തിന് പിടിച്ചില്ലേ? അങ്ങോട്ട് മാറിയിരിക്കും.
കുട്ടികളായിട്ട് കഴിച്ചിരിക്കാം. ഇവന്മാരിവിടെ ഇല്ലേ? ഇത് എവിടെ പോയി? ഏതെങ്കിലും കോഴിക്കൂട്ടിൽ ചിക്കിച്ചാൻ പോയിട്ടുണ്ട്. കുഞ്ഞു കോഴികൾ. ഹായ് ഹലോ. ഈ കുറിപ്പത്ര ഇങ്ങോട്ട് കയറി വന്നത്. എന്താടാ മൂന്നെണ്ണത്തിന് കള്ള ലക്ഷണം? അത് പിന്നെ മോളെ, ഞങ്ങൾ ഇവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. നീ പരിചയപ്പെട്ടില്ലല്ലോ. അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എല്ലാരോടും വരാൻ പറഞ്ഞു. ആ കൂട്ടിനെ കാണാത്തപ്പോഴേ തോറും കോഴിക്കോട്ടിന്റെ പരിസരത്ത് കാണുന്നു. അത് നീ ചെല്ലു, ഞങ്ങൾ വന്നോളാം. വന്നാ എന്റെ 3 ഏട്ടന്മാർക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ തുകന്റെ എണ്ണം കുറയും. ഹോട്ടലി കുഞ്ഞാരമ്മായിയുടെ കൂടെ. ആ കുട്ടികളെ കഴിക്കാൻ വിളിച്ചില്ലേ രാധികെ? ആമേ, ആള് വിളിക്കാൻ പോയിട്ടുണ്ട്. ഹായ് മുത്തശ്ശി, ഞങ്ങളാണ് അന്വേഷിക്കുന്നത്. ഹായ് എന്റെ. നിങ്ങൾ ഇരിക്കും, ഞാൻ കഴിക്കാൻ നിർത്തിയത്. സേറ കണ്ടില്ലല്ലോ. സേറ എവിടെ? അവളിപ്പം വരും. നിങ്ങൾ മൂന്നാളും കഴിക്കായിരുന്നു. കുറച്ചുകൂടെ എടുത്ത് കഴിക്കുക. മോളെ, ഇവിടെ ഉള്ളവർ പറയുന്നതൊന്നും മോളെ കാര്യമാക്കില്ല. അവരുടെ സങ്കടം കൊണ്ട് പറയുന്നില്ല. മോളിതൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അതെ, എനിക്ക് അവിടത്തോടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എന്തിനാ ആ കൊച്ചിനോട് ദേഷ്യം കാണിക്കുന്നത്? അത് നമ്മുടെ കൊച്ചിനോടല്ലേ? ഓ, കൊച്ചുമോളുടെ വക്കാലത്തും കൊണ്ട് വന്നതാണെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്നില്ല. നമുക്ക് പോവാം. ഇവിടെയുള്ള മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആ കൊച്ചിനെ സ്നേഹിച്ചൂടെ? അതിനോട് മാത്രം എന്തിന് ഒരു വിരോധം വെച്ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു കൊച്ചുമോളും ഇല്ല, മകളും ഇല്ല. പള്ളിയതൊക്കെ നീ മറന്നു. ആരൊക്കെ മറന്നാലും ഞാനും എന്റെ മക്കളും മറക്കില്ല. പടിയടച്ച് കിട്ടാൻ വെച്ചതൊക്കെ അതങ്ങനെ തന്നെ. ഇനി ഒരിക്കലും അതിന് നേരെ ആര് നോക്കണം? പൊട്ടി എന്റെ മുന്നിൽ നിന്ന്. എന്തിനാ ദൈവമേ, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? എന്നെ ഇവിടെ അങ്ങ് എടുത്തൂടെ? ഇതൊക്കെ കാണാനും കേൾക്കാൻ എന്തിനാ നീ എന്നെ മാത്രം ഇങ്ങനെ പിടിക്കുന്നത്? എനിക്കിനി വയ്യ. നിന്നോടാ ചോദിക്കുന്നത്, നീ എന്താ ഈ രാത്രിയിൽ ഇവിടെയെന്ന്? അത് ഒന്നുമില്ല. നീ ഉറങ്ങിയത് ഇതുവരെ?
ചെല്ല് പോയി കിടന്നുറങ്ങും. ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഏയ് നീയോ, നീ എന്താ ഇവിടെ? അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ. നീ എന്താ ഇവിടെ? എന്താടി വല്ലതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള പ്ലാനാണ്? ഇതൊക്കെ ഒരു വേദനയാണോ സാറാ? ഇതൊന്നും ഒരു വേദനയല്ല. ഇനി നീ ശരിക്കും വേദനിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്നോടൊന്ന് പറഞ്ഞത് കൈ വേദനിക്കുന്നു. ആണെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് ആ മേശപ്പുറത്തേക്ക് വെച്ചേക്ക്. ആ പിള്ളേരെല്ലാരും ഇപ്പൊ വരും കഴിക്കാനായിട്ട്. എല്ലായിടത്തും വെക്കേ. വന്നിരിക്കുമ്പോ ഓരോന്നിട്ട് കൊണ്ടുപോയിക്കണ്ടല്ലോ. എല്ലാം ഒരുമിച്ചെടുത്ത് വെച്ച് അവരെടുത്ത് കഴിച്ചോളൂ. இல்லங்கம்மா நாங்களும் கேக்குறோம். தேவி அம்மாவோட பொண்ணு வந்திருக்குன்னு சொல்லி இருந்தானா? நான் உங்களை பாத்துட்டு போலாமா? മാതങ്കി മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? അതൊന്നും ഇല്ലങ്കയ്യ, ചിന്ന ജലന്താ, അത് മാറിടിച്ച്. കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കണ്ട. പറഞ്ഞത് മനസ്സിലായോ? சரிங்கய்யா. അമ്മ ഞാൻ വരാം. ശരി, നീ സൂക്ഷിച്ചു. രാധികെ, ഹരി ഇതുവരെ വന്നില്ലേ? അവൻ ഇന്നലെ പോയതാണല്ലോ. ഇല്ല ദേവേട്ടാ, രാത്രിയിലെന്താ ലോഡ് വരുന്നെന്ന് പറഞ്ഞു വിഷുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹരി. അശോകട്ടനും വിഷനും പോയോ? മൂന്നും രാവിലെ അങ്ങ് ഇറങ്ങിയില്ല. ഇല്ലെങ്കിൽ നീ അടുക്കള കയറുന്നതിന് മുന്നേ എത്തുന്നതാണല്ലോ മൂന്നും. സമയത്തിന് വന്ന അവന്മാരോട് കഴിക്കാൻ പറ. ഞാൻ വിളിച്ചു മടുത്തു ദേവേട്ടാ, എനിക്ക് വയ്യ. മൂന്ന് നന്നായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ആ, എന്റെ ഭാര്യയും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് വന്നേടാ, ഞാൻ ചോദിക്കട്ടെ. ഒന്ന് പോയ ദേവേട്ടാ, ആരെയും കാണും. ഒന്ന് പാടോ? ആരും കാണില്ല. അയ്യടാ, വെളുപ്പം കാലത്ത് പുറകാൻ നിൽക്കുകയാണ് വിഷയം. ആതിരപ്പൂങ്കാവിൽ മേലിക്കും പൊന്നാതിരപ്പൂങ്കാറ്റേ, നിന്നെ ഞാൻ നെഞ്ചോരം തുന്നാരത്താരാട്ടാക്കും. അങ്കിള് രാവിലെ തന്നെ റൊമാൻറ്റിക് ആണ്. അങ്കിൾ, ഞങ്ങൾ ഡിസ്റ്റർബൻസ് ആയോ? എന്തായാലും ഞങ്ങൾക്ക് രാവിലെ നല്ലൊരു റൊമാൻസ് ആണല്ലോ. മൂന്ന് വരുന്നത് നോക്ക്. രണ്ടെണ്ണേ ഉള്ളു, ഒന്ന് കണ്ടില്ലല്ലോ. അല്ല എന്റെ പൊന്മോനിത് ആരെ എങ്ങനെ നോക്കുന്നത്? ഞാനാരെ നോക്കിയില്ല. ഇന്നും പുട്ട, എനിക്കിത് വേണ്ട. ഞാൻ ഇത് കഴിച്ച് മടുത്ത്. ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്റെ അമ്മ? വേണെടുത്ത് കഴിച്ചപ്പോ കുഴപ്പമില്ല, ഇതെങ്കിലും കിട്ടുന്നത് എന്റെ ഭാഗ്യം. കുട്ടി ഇതെങ്കിലും കഴിക്കാം. നിനക്ക് നീ വേറെ പലഹാരം കഴിക്കാതെ നീ ഒരു പെണ്ണ് കിട്ടും എന്നിട്ട് അവളോട് പറഞ്ഞാൽ മതി. എനിക്കിപ്പോ എന്തായാലും ഇതേ പറ്റി അല്ലേ ഒരു പുട്ടും മടുത്തൂര്.
ഓ താങ്ക് യു. സാറ, നീ എന്താ കഴിക്കാറിഞ്ഞു വരാത്തത്? എന്താ നിനക്കുള്ള കോഫി കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, കുടിച്ചോ. താങ്ക്സ് അമ്മ. ജുവലെവിടെ? ഞാനിതേ അവളുടെ കൂടെ തന്നെ ഇങ്ങ് പോന്നു. ഞങ്ങള് കഴിച്ചു, നീ കഴിക്കാത്തോണ്ടോ ഞങ്ങൾ കോഫി എടുത്തോണ്ട് വന്നത്. അല്ല, നീ ഇതെന്താ നോക്കി നിൽക്കാൻ വെച്ചേ? പിന്നെ ഈ ചേമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സേഫ് ആണോന്ന് അറിയാൻ വേണ്ടി. ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്നോട് നല്ല മതിപ്പല്ലേ? അത് ശരിയാ, ആ മായ ആന്റിയും രാധിക ആന്റിയും ദേവനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അടിച്ച് കീറാൻ നിൽക്കുകയല്ലേ. പിന്നെ ആ 3 അവന്മാരും, അത് പിന്നെ പറയണ്ടല്ലോ, 3 അരത്തിൽ ലൂസാണെന്നാ തോന്നുന്നത്. ഓ എന്റെ ദൈവമേ, എന്തിനാ അതിനെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്താന്ന് അറിയില്ല. ഇനി ഇവിടെ ഉള്ളതെല്ലാം അടിച്ചോണ്ട് പോകും. എന്നാലല്ലേ ബാക്കിയുള്ളതിനൊക്കെ സമാധാനാവുള്ളൂ. അതിനിവിടെ നടിച്ചിറക്കാതെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. എന്നുദ്ദേശത്തോടെ വന്നെന്ന് ആർക്കറിയാം. അല്ല, അമ്മ ഈ കഥവ് അടച്ചിട്ട് തീ മുറിക്കാത്ത എന്ത് ചെയ്യാ? പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. ഓ നീ ഇങ്ങനെ ഞാൻ ഇതിനകത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചോണ്ട് നടന്നു. എടി കൊച്ചെ, എല്ലാരും സോപ്പിട്ട് നിന്നാലേ വല്ലതൊക്കെ കിട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കല്യാണത്തിന് പിച്ച എടുക്കേണ്ടി വരും. ഒരെണ്ണത്തിനെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് പട്ടാണ്. അമ്മയോട് പറഞ്ഞ സത്യം വേണം വന്നതെന്ന്. എന്റെ അമ്മ പോയി ചോദിക്കും. എനിക്ക് എന്തായാലും കിട്ടുന്ന സ്വത്തൊക്കെ മതി. അമ്മയെ പോലെ അന്ത്യഗ്രഹം എനിക്കില്ല. ഓ നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പൊരുത്തത്. നിന്നെയൊക്കെ പ്രസവിച്ച നേരം കൊണ്ട് നല്ല വാഴയും മിക്കുള്ളതായിരുന്നു. അമ്മയോട് തറക്കിക്കാനൊന്നും ഞാനില്ല. അമ്മയോട് വല്ല പറയാൻ വന്ന മനുഷ്യന് വട്ടുവരും. അല്ല, നീയൊക്കെ എന്താണ് ഇവിടെ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്? ഇനി അടുത്ത ആളെ എങ്ങനെ തട്ടാന്നായിരിക്കും? ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അത് നിന്നോടൊന്നും പറയേണ്ട ആവശ്യം. അല്ല, നിന്റെയൊക്കെ തല എവിടെ? കണ്ടില്ലല്ലോ. ഇല്ലെങ്കിൽ 3 ഒരുമിച്ചാണല്ലോ നടാത്ത ഇരിപ്പൊക്കെ. എവിടെ പോയല്ലോ? അല്ല, അവളെന്താ ചിരിക്കും? എപ്പോ നോക്കിയാലും അവൻ കടന്തൽ വിറ്റിയിട്ട് അവനാണല്ലോ. ആരോടൊന്നും സംസാരിക്കുകയും. അതിന് അവളോട് സംസാരിക്കും. അവളെന്താ ചിരിക്കാത്തത്, എന്താ സംസാരിക്കാത്തത്? അവള് പറഞ്ഞു തരും. ഞാൻ ചെറുപ്പം ചെറിയ എനിക്കത് പോവാണ്. അല്ല, നീ മിണ്ടാതിരിക്കും. ആരോട് വഴക്കിനൊന്നും പോണ്ട. അവരെന്താ പറയുന്ന വെച്ച് പറഞ്ഞിട്ട് പോട്ടെ. മോനെ ദേവ, എന്താ അമ്മ? അമ്മ ഇവിടെ ഇരിക്കും. മറ്റുള്ളവരെന്ത് കാണിച്ചാലും എന്റെ മാ കൊച്ചിനോട് ദേഷ്യം കാണിക്കും. നിന്റെ അച്ഛനും ഏട്ടനും അനിയനൊക്കെ ആ കൊച്ചിനോട് നല്ല ദേഷ്യം. അതെനിക്ക് അറിയാം. എല്ലാം ശരിയാകും. ഏട്ടന്റെ അച്ഛന്റെ ഒക്കെ ദേഷ്യമൊക്കെ മാറും. പിന്നെ മോനെ, അമ്മ വേറൊരു കാര്യം കൂടെ പറയാനാ വന്നത്. നാളെ ആ കുട്ടികളൊന്ന് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വരാൻ പറയും. ആ കുട്ടിയൊക്കെ ഒരു മുഷിപ്പ് തോന്നില്ല. നീ പറഞ്ഞാ മതി ദേവ, എന്നാലും അവന്മാര് കേൾക്കും. ശരി, ഞാൻ അവന്മാരോട് പറഞ്ഞോളാം.
ഞാനും തമ്പുരാക്കന്മാരും കൂടി എങ്ങോട്ട് പോകും? ഞങ്ങള് ജിമ്മിലേക്ക് പോകുന്നു. വലിയ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ, നമുക്കൊരു കൈ നോക്കാം. എന്താ? വേണ്ട വേണ്ട. നാളെ രാവിലെ നിങ്ങൾ ആ കുട്ടികളെ കൂട്ടി ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കും. എനിക്കൊന്നും പറ്റില്ല. ആ നാശത്തിന് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ അങ്ങോട്ട് പറയണ എന്റെ മക്കള് കേട്ടാ മതി. 3 രാവിലെ തന്നെ അവരെ കൂട്ടി പോയിക്കാണ്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കോപ്പ് നാശം പിടിക്കാനായിട്ട്. എന്താടാ? എന്താന്ന് വെച്ചാ കാര്യം പറയും. നീ എന്തിനാ പ്രദേശപ്പെടുന്നു? ഒന്നുമില്ല. ആ നാശം പിടിച്ചോണ്ട മുഖം തന്നെ മനസ്സിൽ വരുന്നത്. അല്ല, ഇവനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആര് മനസ്സിൽ വന്നെന്ന്? ഇവൻ എന്താടാ പറയുന്നത്? ആരെ കുറിച്ചാ? അത് പിന്നെ അളിയാ, അങ്ങ് ലണ്ടനിനെ സിദ്ധോട്ടന്റെ മുറപ്പെണ്ണ് വന്ന കാര്യം പറയുന്നത്. അതാ മനസ്സിൽ നിന്ന് പോണില്ലാന്ന് പറഞ്ഞത്. കൊച്ചി കള്ളൻ. ദേ, ഞാൻ ആകപ്പാടെ പൊളിഞ്ഞു നിൽക്കാം. അതിന്റെ ഇടയ്ക്ക് നിന്റെ കളിച്ച കോമഡിയോടെ കൊണ്ട് വന്നാണ്ടല്ലോ, നിന്റെ കൈ കിട്ടുന്നിടത്ത് ഞാൻ ഇറങ്ങി കയറി. എന്തായാലും ലണ്ടനിൽ നിന്നൊക്കെ വന്നതല്ലേ, നീ അവിടെ അങ്ങ് പ്രേമിച്ച് കിട്ടാ. പ്രേമിച്ച് കിട്ടാന് ഇങ്ങേരാ ചേച്ചിയോട് പകയും കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. എനിക്കടാ പിള്ളേരെ, പോയി കുളിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് ആ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വാ. ഇനി ഒരാഴ്ച കൂടെ വീട്ടിൽ കേട്ടോ ഉത്സവത്തിന്. അത് കഴിഞ്ഞ് ഇതൊന്നും നടക്കട്ടെ. ചെല്ല്. ഹായ് ഗൈസ്, ഞങ്ങൾ റെഡിയായി പോവാം. ഇതെന്തെന്നോ ശരിയില്ല. എന്താ പിള്ളേരെ കാണിക്കില്ലേ? കേട്ടില്ല. നീ ഏറെ വശത്തിന്റെ വരുന്ന ആർക്കറിയത്തോന്നും ഇല്ല. എന്തായാലും മതിയായിരുന്നു. ഞാനപ്പോ ഞാൻ 2 മിനിറ്റ് സമയം അതിനുള്ളിൽ പോയി വല്ലതൊക്കെ മാറ്റിട്ട് വീട്ടിന് കാപ്പിട്ട് അതിന് തുണിയിട്ടുണ്ട് വന്നോളാം. പുറത്തോട്ട് പോകാൻ നിൽക്കുന്നു കോലം. അതിന് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? അതിന് നിങ്ങൾ പറയുന്ന ഡ്രസ്സൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ ഈ ഡ്രസ്സൊക്കെ ഉള്ളു. അതിന് ചേച്ചിമാരെ വിഷമിച്ചു. എന്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് എടുത്തതാ. അത് നമുക്ക് നോക്കാം.
എന്ത് പറ്റിയതാ? കാണിക്ക്, നോക്കട്ടെ. ഇതെന്താ പറ്റിയെന്ന് പറയ് സാറേ. ജനൽ, ഇത് നോക്ക്. അന്ന, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതെന്തിനാ ഗ്ലാസ് കൊണ്ടതാ. ഇറ്റ്സ് ഓക്കെ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. ഒന്നും പറ്റിയില്ലാണോ സാറാ? എന്നിട്ടാണോ നിന്റെ കയ്യിൽ ഇത്രയും വലിയ കെട്ട്? വാ, നമ്മ ഹോസ്പിറ്റലിൽ പോവാം. എന്നിട്ട് മതി എവിടെ പോകുന്നതായാലും. നീ എന്നിട്ട് എന്താണോ ഞങ്ങൾ വന്ന് വിളിക്കാത്ത? അന്ന, ജീവൻ, ഇത് നോക്ക്. എനിക്കൊരു കുഴപ്പമില്ല. ആ, ഇന്നലെ വരെ കൈക്കൊരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് എന്താ പറ്റി? ഇത് ഞാൻ എവിടെയാ വെച്ചത്? കണ്ടില്ല. ഇവിടെ കിടക്കണ്ട. നീ എന്തായി കാണിച്ചേ? നിനക്കെന്താ ഭ്രാന്താണോ? എപ്പോ നോക്കിയാലും എന്റെ അമ്മക്കിട്ട് കയറാനോ? അതെടി, എനിക്ക് ഭ്രാന്ത് തന്നെ. നിന്റെ തന്തയും തള്ളയും കൂടി എന്നെ ഈ അവസ്ഥയിലാക്കിയതല്ലേ. ആ ഭ്രാന്തിന്റെ സുഖം എന്റെ മോളും കൂടെ കുറച്ച് മാറി. ഇവിടെ മുതല് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ നിന്റെ കഷ്ടകാലം. എനിക്കിനി ഒരു മോചനമില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഇതേപോലെ വേറെ ഉണ്ട്. അതൊന്നും കുറച്ചപ്പുറത്ത്. അല്ല, നമ്മൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ലേ? ആ, 2 കാലുണ്ട്, 2 കൈയുണ്ട്. ഇത് അത് പോരെ. എന്തൊക്കെ അറിയണം ഒരു ടടക്കി. സിദ്ധോട്ടാ, ഇതാരാ? പുതിയ ഗേൾഫ്രണ്ടാ? ഓ, പിന്നെ ഗേൾഫ്രണ്ട് ആക്കാൻ പറ്റിയ സാധനം എടുത്ത കുളത്തിലിടാനാ തോന്നുന്നു. എന്തായാലും രണ്ടുപേരും സൂപ്പറാ. അയ്യേ, ഇവളിത് എങ്ങോട്ടാ നോക്കുന്നത്? വൃത്തിയിട്ടവള്. കതിരും കൊത്തി പതിരും കുത്തി കുരുകും കുരുകും കുരുവി പവിഴക്കൂട്ടിൽ ചിറകിട്ടാട്ടി ചിലുചിഞ്ചിലമായി ചമയും കുരുവി. മഞ്ചാടി ചെഞ്ചുണ്ടിൽ പാട്ടുന്നുണ്ടോ? മുത്താരം മൂക്കുത്തി കല്ലുന്നുണ്ടോ? കാക്കക്കറുമ്പിക്കൊപ്പം കദലിക്കുമ്പേലാട് കറുകത്തുമ്പേൽ പാട് കദലിക്കുമ്പേലാട് കറുകത്തുമ്പേൽ പാട്. കതിരും കൊത്തി പതിരും കൊത്തി കുരുകും കുരുവി പവിഴക്കൂട്ടിൽ ചിറകിത്താട്ടി ചിലുചിഞ്ചിലമായി ചമയും കുരുവി. മുത്തുമണിപ്പൂ മഴയായി തത്തി വരും ആശകളെ ഇളനീർ കുളിരായി മനസ്സിൽ പെയ്തിറങ്ങൂ. ും
എത്തും കനവായി കണിയായി കാതോരം പാടി വരൂ നീലമലച്ചോലകളിൽ നീർപ്പളുങ്കിൻ കൂടുവച്ചും മനവും തിനയും മധുരം പങ്കുവച്ചും മോതിരക്കൈ നീട്ടി മുത്തം വയ്ക്കും പാതിര പൂകോലേ നാടുമുഴങ്ങാതെ ഇനം മുഴും നന്ദുരിച്ച മാതി ആലോലം ചാഞ്ചാടും പുന്നാര പൊന്തൂഞ്ഞാലേ ആരീരാരം പാടും ആവാരം പൂമൂടും ആരീരാരം പാടും ആവാരം പൂമൂടും കതിരും കൊത്തി പതിരും കൊത്തി കരയിൽ കുറുകും കുറുവാൽ കിളിയേ പവിഴക്കൂട്ടിൽ ചിറകിട്ടാട്ടി ചിലുചിഞ്ചിലുമായി ചമയും കുരുവി ഹേമഞ്ചാടി പൂഞ്ചുണ്ടിൽ പാട്ടുന്നുണ്ടോ മുത്താരം മൂക്കുത്തിക്കല്ലുന്നുണ്ടോ കാക്കക്കറുമ്പി പെണ്ണെ എന്നെ കാണാൻ വായോ മുത്തം മൂടി ചായോ എന്നെ കാണാൻ വായോ മുത്തം മൂടി ചായോ അല്ല ഇവിടെ മൂന്നെണ്ണം കൊണ്ട് കാണിച്ചു ഇത്രയും ടൈം വിശക്കുന്നുണ്ട്. ഓ ഇവിടെ പിന്നെ തമ്പുരാട്ടി പാ തുറക്കില്ലല്ലോ. അതെ, എന്തെങ്കിലും ഒന്ന് പറയാനെങ്കിൽ ആ പാ ഒന്ന് തുറക്ക്. നീ എന്താണ് മൗനവ്രതത്തിലാണ്? കുമാരേട്ടോ 6 ചായ. കഴിക്കാൻ എന്താ ഉള്ളത്? ആ കഴിക്കാൻ നല്ല ചൂട് പഴംപൊരി ഉണ്ട്, എടുക്കട്ടെ? അല്ല ഇതാരാടാ പിള്ളേരെ? ഇതാ ഭൂദേവിയുടെ മോള. ഇത് അന്ന, ഇത് ജീവൻ, ഇത് സേറ. ശരിക്കും ദേവി കുഞ്ഞിനെ പോലെ തന്നെയുണ്ട്. അയ്യേ ഇതെന്ത് സാധനം? ഇതൊക്കെയാണോ ഇവിടെ എല്ലാവരും കഴിക്കുന്നത്? ആ ഇതിനെ ഇവിടെ പഴംപൊരി എന്ന് പറഞ്ഞു. നിന്റെ നാട്ടിൽ എന്താ പറയണെന്ന് അറിയില്ലല്ലോ. ഇതെങ്കിലും മുളകാൻ കിട്ടിയത് കഴിക്കടി. കുഞ്ഞി സാറ നീ കഴിക്കുന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്, നീ കഴിച്ചു നോക്ക്. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ കഴിച്ചു. എടാ അജു, അങ്ങോട്ട് നോക്കുന്നത് ബഹുമാനം. എടാ അത് നോക്ക്, അവനാളുടെ കൈ കയറിപ്പിച്ചിരിക്കുന്നു. കൈയുണ്ട്, കൈയുണ്ട്. നിങ്ങളെങ്ങനെ കൈ പിടിച്ചിരിക്കുന്നു? കൈയെടുത്ത് മാറ്റി. അവളുടെ കയ്യിൽ നിന്ന് കൈയെടുത്ത് മാറ്റണതാണ്. അതങ്ങടാ ചെറുപ്പം, ഇത്രയും മാത്രം കൊള്ളാം. ഇവിടെ നിന്റെ ആരാ? എന്റെ ആരെയും കഴിക്കും. അധികം ചേട്ടൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടൻ തൽക്കാലം ആ കൈ കൊണ്ടിട്ടേക്ക്. ഇല്ലേ പിന്നെ ചേട്ടൻ ഈ കൈ കൊണ്ട് വീട്ടിൽ പോകും.
കുളിച്ചിട്ട് കഴിക്കെടുക്കാം. പോയി കുളിക്കണം. നാറിയിട്ട് വയ്യ മൂന്നിന്. നാളെ ഭാനുവിനെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ വരും ടൗണിൽ നിന്ന്. പോയി വിളിച്ചോണ്ട് വന്നോ. പറഞ്ഞത് മനസ്സിലായോ? വർഷം കുറെ ആയില്ലേ ആ റൂമിനകത്ത് തന്നെ കിടക്കും. എന്തേലും ഒരു മാറ്റം ഉണ്ടോന്ന് വെച്ചാൽ അതുമില്ല. ടൗണിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ കറണ്ട് അടുപ്പിക്കും. അതേ നടക്കും. ഷോക്ക് അടിപ്പിക്കേണ്ട സുഖമൊന്നും എന്റെ അമ്മയ്ക്കില്ല. എന്റെ സമ്മതമില്ലാതെ അമ്മ ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ട് കൊണ്ടുപോയില്ല. അതെങ്ങനെയാ? തർക്കുത്തരം പറയാനല്ലേ അറിയാവൂ. എന്തേലും പറഞ്ഞാ അത് മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അച്ഛൻ ഇപ്പൊ ചെല്ല്. അന്യം ജീവനം റൂമിൽ പോ. ഇയാള് പറയുന്ന പൊട്ടത്തരം കേട്ടോണ്ട് നിൽക്കാതെ. എനിക്ക് മാത്രമല്ല എന്റെ അച്ഛൻ അവര് പോയി എന്റെ അമ്മേനെ മുഴുവൻ കാന്തി. ഒരു തവണയ്ക്ക് എന്റെ അമ്മേന്റെ പേരൊന്നും ചെയ്യുന്നത് അത് കേൾക്കുന്ന ഭാഗ്യം പോലും എനിക്ക്. അത്രയ്ക്ക് ശാപം പിടിച്ച് ജന്മോടും. അങ്ങനെയൊന്നും പറയില്ലടാ മോനെ. നിനക്ക് ഞാനുണ്ട്. നീ വിഷമിക്കാതെ. സാറവിടെ അവളെല്ലാം റൂമിക്കാറ് അടയിരിക്കുന്നു. ഡി നിനക്കിപ്പോ സമാധാനായോ? നിന്റെ തള്ള കാരണം ഇന്ന് എന്റെ സിത്ത് ഇത്രയും വേദനിക്കുന്നു. താഴെ പറഞ്ഞതൊക്കെ നീയും കേട്ടല്ലോ. ഇപ്പൊ നിനക്ക് സമാധാനായി കാണുമല്ലേ? അതങ്ങനെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം നിനക്കോ നിന്റെ തള്ളക്കോ തന്തയ്ക്കോ ഇട്ടില്ല. ഇതിനെ നീയൊക്കെ അനുഭവിക്കും. നോക്കിക്കോ. ഒരു കാലത്ത് നീയും നിന്റെ തള്ളയും തന്തേന്ന് കുണം പിടിച്ചിട്ട് ചത്ത പണ്ടാരാണോ? കാശി നീ നിർത്ത്. കുറെ നേരമായല്ലോ. വായി തോന്നിയത് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടല്ലോ. ഭ്രാന്ത് വന്ന് ഒന്നെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം. ഇല്ലെങ്കിൽ ചങ്ങലക്കിടണം. അല്ലാതെ ബാക്കിയുള്ളവരുടെ മുട്ടിട്ടല്ല കയറേണ്ടത്. എന്താണ് നീ പറഞ്ഞു? കാശി മര്യാദയ്ക്ക് നിങ്ങളുടെ റൂമിൽ പോകാൻ നോക്കും. ഇവിടെ വെച്ച് നീ ഒരു സ്ത്രീ ഉണ്ടാക്കുന്നു. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തേ നിനക്ക് ഉത്തരവില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശനോട് പറഞ്ഞു. അപ്പൊ നീ പോയി നിന്റെ മുത്തശ്ശനോട് ചോദിക്കും. അല്ലാതെ ഇവിടെ വന്നല്ലേ ചോദിക്കും. മായ എന്തായി? എന്ത് പറയാനായിട്ടത്? ആ റൂമിലെ കിടന്ന് കരയാ എന്റെ കുഞ്ഞ്. എനിക്ക് അവന്റെ കരച്ചില് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ വരാതിരുന്നത്. എന്തിനാ ശരി ഇങ്ങനെ ഒരു വിധി എന്റെ കുഞ്ഞിനെ കൊടുത്തത്? ഇനി അതിനെ ദ്രോഹിച്ച് മതിയായിരുന്നു. നീ ഉറങ്ങിക്കോ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. എന്റെ അമ്മ. സിദ്ധു നീ ഇങ്ങോട്ട് നോക്ക്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. നീ ഉറങ്ങിക്കോ. ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയുടെ ചളയിക്കും. ഉത്സവം കഴിയുന്നതുവരെ നോക്കി നിൽക്കണ്ട. ഒന്ന് കളഞ്ഞേക്ക് ശരിയാവുന്നു.